കുഞ്ഞു മരിച്ച സംഭവത്തിൽ അമ്മയുടെ ആദ്യ പ്രതികരണം ജനം ടിവിക്ക്. വിതുമ്പലോടെയാണ് മാതാവ് നിരഞ്ജന ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചത്. അതേസമയം കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഡോക്ടർക്കെതിരായ നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കി. കുടുംബത്തിനൊപ്പം BJP. കോൺഗ്രസ് പ്രവർത്തകരും സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി. എന്താ പറ്റിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവരുമായി MS വീണ ചേരുകയാണ്. വീണ, ഈ ഡോക്ടറുടെ അനാസ്ഥ തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയതെന്ന് തന്നെയാണ് വിതുമ്പലോടെ അമ്മ പ്രതികരിച്ചത്. ഒപ്പം മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞത്. ആ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്. പ്രതിഷേധം ശക്തമാണ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രതിഷേധം കനക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ഡോക്ടർക്കെതിരെ കർശനമായിട്ടൊരു നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഓരോ മണിക്കൂർ കഴിയുന്തോറും പ്രതിഷേധം ശക്തമാകുവാനുള്ള കാരണം ഈ ഡോക്ടർക്കെതിരെ ഒന്നിലധികം പരാതി ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ പിതാവ്, മരിച്ച കുഞ്ഞിൻ്റെ പിതാവടക്കം പറയുന്നുണ്ട് ഈ ഡോക്ടർ 2 തവണ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണം കൂടി കുട്ടിയുടെ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമാനമായിട്ടുള്ള വിഷയങ്ങളും ഒപ്പം തന്നെ സമാനമായിട്ടുള്ള ചികിത്സാ പിഴവുകൾ ഈ ഡോക്ടറുടെ കീഴിൽ തന്നെ ഇവിടെ ചികിത്സയ്ക്കെത്തിയ പലർക്കും ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പോലും ഡോക്ടർക്കെതിരെ കർശനമായിട്ടുള്ളൊരു നടപടി DMOയോ അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പോ ആരോഗ്യ മന്ത്രിയോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആ സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ചികിത്സാ പിഴവ് തുടരെ ഉണ്ടാകുന്നു, ഒരു കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് BJP അടക്കം ഇവിടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച പ്രതിഷേധമാണ്, അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് നിലവിൽ സ്വീകരിച്ചത്. പക്ഷേ ആ നടപടി കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല. നിർബന്ധിത അവധിയിലേക്ക് പോകാനും കൂടിയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഈ നടപടികളൊന്നും ഈ ഒരു വിഷയത്തിൽ, ഇത്തരത്തിലുള്ളൊരു ചികിത്സാ പിഴവിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർശനമായിട്ടുള്ള നടപടി, സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, ഡോക്ടർക്കെതിരെ കേസ് എടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. നിരവധി പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ വനിതാ പ്രവർത്തകരടക്കമുണ്ട് എന്നുള്ളതാണ്. BJP നേതാവ് യുവരാജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രതിഷേധമാണ്, പക്ഷേ ആരോഗ്യ വകുപ്പാകട്ടെ മണിക്കൂറുകൾ കഴിയുന്നതോറും കർശനമായൊരു നടപടി എടുക്കുന്നില്ല. ഇവിടെ നടപടിയെടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അവർ പരമാവധി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അകത്തിരിക്കുന്ന ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടർ വാങ്ങിക്കുന്ന കൈക്കൂലിയുടെ പങ്ക് ഈ ഉന്നത തലത്തിലുള്ള സഖാക്കൾ പറ്റുന്നുണ്ട്. നമുക്കറിയാലോ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ്. എന്താണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്? ഓരോ സർക്കാർ ആശുപത്രികളുടെയും തണല് പറ്റിയിട്ട് കച്ചവടം നടത്തുന്ന സഖാക്കളുടെ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്കുള്ള സഹായ സഹകരണങ്ങൾ അകത്തിരിക്കുന്ന പല ഡോക്ടർമാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാർ വീഴ്ത്തുന്ന വീഴ്ചകളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭരണപരമായ സംരക്ഷണം ഒരുക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഈ പറയുന്ന സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകാത്തത്. ആ കുഞ്ഞിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ബന്ധുക്കൾ അത് ഏറ്റുവാങ്ങില്ല എന്നാണ് പറയുന്നത്. ആദിവാസി ഉപാധിപ്പെട്ട പാവപ്പെട്ടവരായതുകൊണ്ടാണ് MLA പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടകം അങ്ങ് ഉത്തർപ്രദേശിൽ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയൻ വണ്ടിയും വിളിച്ച് പോകുന്നതാണ്. 10 ലക്ഷം രൂപയും കൊണ്ട് ഇതിനോടകം ട്രെയിനോ ഫ്ലൈറ്റോ കയറിയനെയായിരുന്നു. പക്ഷേ നമ്മളെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത്, നെടുമങ്ങാടിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ഒരു ആദിവാസി ഉപാധി കിടക്കുന്ന കുട്ടിയായതുകൊണ്ടാണ് അവരാരും തന്നെ ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത്. ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരായിട്ട് നടപടി എടുക്കണം. നടപടി എടുക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. എപ്പോഴാണോ കുടുംബം പറയുന്നത് അവർക്ക് നീതി ലഭിച്ചുവെന്ന്, അതുവരെ ഞങ്ങൾ അവർക്കൊപ്പം ഇവിടെ തുടരും. കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു സ്ഥലം മാറ്റവും നിർബന്ധിത അവധി എന്നുള്ള നടപടി മാത്രമാണ് സ്വീകരിച്ചത്. അല്ല, പരസ്യശാസനം കൊടുത്താൽ മതിയായിരുന്നല്ലോ. സാധാരണഗതിയിൽ സഖാക്കളുടെ ഒരു ശൈലി അങ്ങനെയാണല്ലോ, പരസ്യശാസന, കണ്ണുരുട്ടി പേടിപ്പിക്കൽ, അതൊക്കെ അങ്ങ് AKG സെന്ററിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞാൽ മതി. ഈ പൂതനെ ഇവിടുന്ന് പുറത്താക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. കുടുംബം പറയണം ഞങ്ങൾക്ക് നീതി ലഭിച്ചു, പറയുന്ന സമയത്ത് ഞങ്ങൾ പോകും. കുട്ടിയുടെ പിതാവടക്കം പറയുന്നുണ്ട് 2 തവണയായിട്ട് 5000 രൂപയടക്കം ഈ ഡോക്ടർ വാങ്ങി എന്നുള്ളൊരു സാഹചര്യം കൂടി. അവർ
പൈസ വാങ്ങാതെ ഇവിടെ ചെയ്യില്ല എന്ന് പറയുന്നത് ഒരു പരസ്യമായ സത്യമാണ്. നിങ്ങൾ ഇറങ്ങി നെടുമങ്ങാട് ആരോട് ചോദിച്ചാലും ഇവരെ കുറിച്ചിട്ട് പറഞ്ഞു തരും. ഇവർ മാസം ഒരു 60 സർജറിയെങ്കിലും സെസേറിയനെങ്കിലും ഇവിടെ നടത്തുന്നുണ്ട്. 5000 രൂപ വെച്ച് 3 ലക്ഷം രൂപ ആ ഇനത്തിൽ മാത്രം ഇവർ പങ്കുപറ്റുന്നുണ്ട്. ഇതിൻ്റെ പങ്ക് പറ്റുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സഖാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവരെ ഇത്രയും നേരമായിട്ട് 24 മണിക്കൂറായിട്ട് ഇത്രയും സമരം ഇവിടെ നടന്നിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മടിക്കുന്നത്. ഈ ഒരു വിഷയം വിടൂ, ഞാൻ പറയുന്നത് അവർക്കെതിരായിട്ട് എത്ര ആരോപണങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരാൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇവർ ഭയക്കുന്നത്? ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ അറിയാമല്ലോ, പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ചുപോയ സിദ്ധാർത്ഥനുണ്ടല്ലോ, SFIക്കാർ കൊന്ന സിദ്ധാർത്ഥൻ. അതിനകത്ത് ആ കൊന്ന കേസിലെ വിദ്യാർത്ഥികളിൽ ഒരാളെന്ന് പറയുന്നത് ഈ ബിന്ദു സുന്ദറിൻ്റെ മകൻ കൂടിയാണ് എന്നാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അറിയുന്നത്. ഞാൻ അറിയുന്നതാണ്, കേട്ടറിയുന്നതാണ്. ബിന്ദു സുന്ദറിൻ്റെ മകൻ കൂടിയാണെന്ന് നല്ല ഉറപ്പല്ലേ ഇത്? അതെ, ബിന്ദു സുന്ദറിന്റെ മകനാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉന്നത സ്വാധീനത്തിലുള്ള പിടി എന്താണ്, ഇടതുപക്ഷത്തുള്ള പിടി എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ടല്ലോ. അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്. ഒരു കുടുംബം ഏറെ നാളുകളോടുകൂടി പ്രതീക്ഷിച്ചിരുന്ന ഒരു കുഞ്ഞിനായിട്ടാണ് ആ കുഞ്ഞെത്തി. പക്ഷേ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ആശുപത്രികളുടെ വിശ്വാസ്യത കൂടി ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുകയും. നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചയുണ്ട്. ദേ അവിടേക്ക് നോക്കിയാൽ ഈ ഹോസ്പിറ്റൽ 1920 പണി കഴിപ്പിച്ചതാണ്. ആ കെട്ടിടമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നെടുമങ്ങാട് ഒരു ജില്ലാ ആശുപത്രി തിരുവിതാംകൂറിൻ്റെ മുദ്രയോടുകൂടി ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ ആശുപത്രിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി എന്തിനാണ് പേര് കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ ജീവൻ എടുക്കുന്നതിൽ, ഇവിടെ വരുന്ന ആൾക്കാരെ ജീവച്ഛവമാക്കി വിടുന്നതിനകത്ത് 2 ആഴ്ചയാകില്ല ഞങ്ങളിവിടെ മറ്റൊരു വിഷയവുമായി വിട്ട് ഇതേ ഡോക്ടറാണ് മറ്റൊരു സർജറി ചെയ്ത് മറ്റൊരു സ്ത്രീയെ ജീവച്ഛവമാക്കി വിട്ടത്. ആ വിഷയത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ട് 14 ദിവസം തികയുന്നതിന് മുമ്പ് വീണ്ടും മറ്റൊരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന തലത്തിലേക്ക് അവരുടെ അനാസ്ഥ പോയിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ അവർക്കെതിരെ നടപടി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും നഷ്ടപ്പെടാതിരിക്കുമായിരുന്നു. 3 അംഗ മെഡിക്കൽ സംഘം എത്തി ഇവിടെ റിപ്പോർട്ട് തേടുന്നുണ്ടല്ലോ. 3 അംഗ സംഘം എത്തി ഈ ഒരു വിഷയത്തിൽ ഇവിടെ പരിശോധിച്ച് റിപ്പോർട്ട് 3 അംഗ സംഘം ഇവിടെ എത്തി. 3 അംഗ സംഘം അടങ്ങുന്ന ഡോക്ടർമാർ ഇവിടെ എത്തി പഠനം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ അംഗങ്ങൾ എത്തിയതിൽ പ്രതീക്ഷയുണ്ടോ? അനുകൂല ഒരു നടപടി ഉണ്ടാകുമോ? അല്ല, പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നടത്തട്ടെ. അവർ ഇന്നലെ മുതൽ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും KP പ്രതിഷേധം ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോഴും ഉള്ളത്. ഈ ആശുപത്രി മോർച്ചറിയിൽ തന്നെയാണ്. ഈ നടപടി സ്വീകരിക്കുന്നതിനെതിരെ, അതായത് ഈ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ആശുപത്രി ഉപരോധിച്ചുകൊണ്ടുള്ള, സൂപ്രണ്ടിൻ്റെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാകുന്നതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെഡിക്കൽ സംഘം ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും വിവരങ്ങളുമൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഒരു തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ്. ഈ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം, റിപ്പോർട്ട് നൽകിയതിനു ശേഷം കൃത്യമായ ഇടപെടലുണ്ടാകും, നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ടോ? KP ആ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം, അതായത് അടിയന്തര റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര റിപ്പോർട്ടിന് ഉത്തരവ് നൽകിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പീഡിയാട്രിക്, അതുപോലെ തന്നെ അനസ്തേഷ്യ, ഗൈനക്കോളജിസ്റ്റ്, അങ്ങനെ ഈ 3 വിഭാഗങ്ങളിൽ നിന്നുള്ള 3 ഡോക്ടർമാരാണ് ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള, ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവ് മൂലം മരിച്ച കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ചികിത്സയിൽ നടന്നത്, അതുമായി ബന്ധപ്പെട്ട അനസ്തേഷ്യ നൽകിയത്, കുഞ്ഞിൻ്റെ ആരോഗ്യനില, അമ്മയുടെ ആരോഗ്യനില, ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മരുന്നുകൾ, ആ സമയത്ത് നൽകിയ ചികിത്സാ രീതികൾ. ഇപ്പോൾ ശ്രീ VS ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശിവകുമാർ, ഇവിടെ നെടുമങ്ങാട് ആശുപത്രിയുടെ സാഹചര്യം, ഒരു ഡോക്ടറുടെ അനാസ്ഥയാണ് ഒരു കുഞ്ഞിന്റെ ജീവനെടുത്തത്. എന്നിട്ടും നമ്മുടെ ആരോഗ്യവകുപ്പ്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി മാത്രമാണ് ഇതിനകം സ്വീകരിച്ചത്. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ? നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ സ്ഥിതി എന്ന് പറയുന്നത്, അവിടെ പോകാൻ പോലും ആളുകൾ ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രിയിലെ ഈ ചികിത്സയിലെ പ്രസവത്തിലെ കുട്ടി മരിച്ചു എന്ന് പറയുന്നത്, ഇതുപോലെ എത്ര സംഭവങ്ങളാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ്. ഓരോ സ്ഥലത്തും
പക്ഷെ അങ്ങനെയുണ്ടാകുന്ന സംഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഒന്ന്, യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം, ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ അന്വേഷണം നടത്തി ശക്തമായ സാഹചര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഗവൺമെന്റ് മന്ത്രി അതിന് ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് ഇങ്ങനെ പറഞ്ഞൊഴിയുന്നതാണ്. അങ്ങനെ കൈയൊഴിയുന്ന ഒരു സമീപനമാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല, പല കുറി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ ആരോഗ്യ സംവിധാനം, പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം തന്നെയാണ്. മന്ത്രി പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവരെ ഇങ്ങനെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഏത് കാര്യം പറഞ്ഞിരുന്നാലും അവരുടെ അഭിപ്രായത്തിന് റിപ്പോർട്ട് വാങ്ങിയോ, എന്താണ് നടപടി, അല്ലെങ്കിൽ ഇത് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയുമോ, ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല ഉള്ളതാണ്. സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം ആർക്കെങ്കിലും നികത്താൻ കഴിയുമോ? ഇതൊരു സീരിയസ് ആയി കാണണ്ടേ, ഗൗരവത്തോടു കൂടി കാണണ്ടേ? എത്ര സംഭവങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഇപ്പം വിശദമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര സംഭവങ്ങളാണ് പ്രസവത്തിൽ കുട്ടി മരിക്കുന്നത്, അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തുമ്പോൾ എന്തെല്ലാം രോഗികൾ വിളിച്ചു പറഞ്ഞ് മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ പോലും അവിടെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തിന് നമ്മൾ കണ്ടു, കൊല്ലത്ത് നിന്നൊരാൾ അവിടെ വന്നിട്ട് അയാളുടെ സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞത്, ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് നിസ്സഹായം നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അസുഖം ആരും വന്ന് നോക്കുന്നില്ല, 4-5 ദിവസമായി എന്നൊക്കെ പറഞ്ഞിട്ട് അയാള് സുഹൃത്തിനോട് പറഞ്ഞതുപോലെ തന്നെ അയാള് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെടുകയുണ്ടായി. അതുപോലെയുള്ള സംഭവങ്ങൾ എത്രയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സിസ്റ്റത്തിന്റെ തകരാറെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് തോന്നുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ആരോപണ വിധേയായ ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന ഈ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. 2 തവണ കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. പല പരാതികളും ഇതിനകം ഉയർന്നു വരികയാണ്. ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ കൃത്യമായ നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ധൈര്യപൂർവ്വം സാധാരണക്കാർക്ക് ഈ നമ്മുടെ ആതുരാലയങ്ങളിലേക്ക്, സർക്കാർ ആതുരാലയങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ? ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇത് സിസ്റ്റത്തിന്റെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിയുകയാണോ വേണ്ടത്? ഇതിനെയൊക്കെ പരിഹരിക്കപ്പെടണ്ടേ? കഴിഞ്ഞ 10 വർഷക്കാലമായി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ വകുപ്പിലാണ്, ആശുപത്രികളിലാണ്. ആശുപത്രികളിൽ പോയാൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, ചികിത്സാ പിഴവ് പലപ്പോഴും ഉണ്ടാകുന്നു. ചോദിക്കാനും പറയാനും അല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായത്. അസംബ്ലി തന്നെ കഴിഞ്ഞ ലാസ്റ്റ് അസംബ്ലിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ അടിയന്തര പ്രമേയത്തിൽ കുറെ കെട്ടിടങ്ങൾ കെട്ടിയ കാര്യങ്ങൾ അവർ പറയുകയാണ്. ആശുപത്രിയിൽ പോലെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, മരുന്നില്ല, ഓപ്പറേഷൻ നടത്തണമെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും, അത് എക്യുപ്മെന്റ് ഇല്ല, അവിടെ നിന്ന് പഞ്ഞു പോലുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിലുണ്ടായിട്ടുണ്ട്? ചികിത്സാ പിഴവ് മൂലം എത്ര ആളുകളാണ് ആശുപത്രിയിൽ മരണപ്പെടുന്നത്? പ്രസവ ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളായിരുന്നാലും മറ്റ് ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഈ ആരോഗ്യ സംവിധാനത്തെ മുഴുവൻ ഈ ഗവൺമെന്റ് തകർത്തു എന്നുള്ളതാണ്. PR ഏജൻസികളെ വെച്ച് ഞങ്ങൾ ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ചാൽ മാത്രം മതി. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ഈ മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. ഡോക്ടർമാരെ അല്ലെങ്കിൽ എല്ലാ ഡോക്ടർമാരെ കുറിച്ചോ അല്ലെങ്കിൽ ജീവനക്കാരെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണ നടപടിയെടുത്താൽ പിന്നെ മേലിലത് ആവർത്തിക്കില്ല. അപ്പൊ കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ എത്ര ആശുപത്രികളിലാണ് ഇതുപോലത്തെ സംഭവം? ഞാൻ ഓരോന്നും ഇപ്പൊ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ ആരോഗ്യ സംവിധാനം, ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ പറയുന്ന ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ തയ്യാറാക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. ഇതൊക്കെയാണോ കേരളം ഒരു ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമെന്ന് കൂടെ പ്രസംഗിച്ചാൽ മതിയോ?
അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല. പാവപ്പെട്ട ആളുകൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഭയമാണ്. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഓരോ സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മന്ത്രി റിപ്പോർട്ട് ചോദിക്കും. എന്ത് റിപ്പോർട്ടാണ് ചോദിക്കുന്നത്? റിപ്പോർട്ട് ചോദിച്ചിട്ട് എന്ത് നടപടിയാണ് അവരിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പരിതാപകരമായ രീതിയിൽ ആരോഗ്യ മേഖലയെ തകർത്ത ഒരു ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഇതിനകത്ത് ഇതിനെക്കുറിച്ച് പരിശോധിക്കുവാനോ ആവശ്യമായ നടപടികൾ ചെയ്യുക, ഡോക്ടർമാരുടെ കൈകളിൽ ഉണ്ടാകുന്ന പിഴവായിരുന്നാലും ശരി തന്നെ, ആശുപത്രിയിൽ മറ്റു തരത്തിലുണ്ടാകുന്ന പിഴവുകളായിരുന്നാലും ശരി തന്നെ, ഇതൊക്കെ പരിഹരിച്ച് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വകുപ്പല്ലേ ആരോഗ്യ വകുപ്പെന്ന് പറയുന്നത്. ആ വകുപ്പ് ഏറ്റവും മനുഷ്യന്റെ ജീവനും ആയിട്ട് ഇടപെടുന്നതാണ്. മനുഷ്യ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പ് എന്തെങ്കിലും അതിന് ഏറ്റവും ശ്രദ്ധ കൊടുക്കണ്ടേ? അതിന് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനകത്ത് അത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടി ഉണ്ടാകുന്നത് മാത്രമല്ല, എപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടുന്ന ഒരു വകുപ്പാണ്. പക്ഷെ അതിലൊക്കെ പറയുമ്പോൾ പറയുന്ന ആളുകളെ അല്ലെങ്കിൽ പറയുന്നവരെ ഒരു വിമർശനം അത് പരിഹരിക്കപ്പെടണമെന്നുള്ള താല്പര്യമില്ലാതെ അതിനെയൊക്കെ അതൊന്നും ശരിയല്ല, അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുവാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വേണ്ടിയുള്ള നടപടികളാണ് മന്ത്രി സ്വീകരിക്കേണ്ടത്. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെയൊക്കെ കാലാവധി കഴിയാൻ പോവുകയാണ്. പറയുന്ന ആളുകളെ അധിക്ഷേപിക്കുന്ന സ്ഥലത്തിലാണ് അസംബ്ലിയിലടക്കം നമ്മൾ കണ്ടത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അടിമുടി മാറ്റം ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം നമ്മുടെ സംസ്ഥാനത്തുള്ളത്. യെസ്, വളരെയധികം നന്ദി ശ്രീ വി എസ് ശിവകുമാർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.